ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നവംബർ 8 എന്ന ദിവസത്തെക്കുറിച്ചാണ്. കലണ്ടറിലേക്ക് നോക്കുമ്പോൾ ഇതൊരു സാധാരണ ദിവസം പോലെ തോന്നാം, അല്ലേ? പക്ഷേ സത്യത്തിൽ ഈ ഒരൊറ്റ ദിവസം വൈദ്യശാസ്ത്രത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒന്നാണ്. അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. അപ്പോ എന്തായിരിക്കും നവംബർ 8ന്റെ പ്രത്യേകത? വെറുമൊരു തീയതി എന്നതിനപ്പുറം ലോകം മുഴുവൻ ഓർക്കുന്ന ഒരു ദിവസമാക്കി ഇതിനെ മാറ്റിയത് എന്തായിരിക്കും? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇതൊരു വിശേഷപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ലോകമെമ്പാടുമുള്ള ഡോക്ടർമാരും ശാസ്ത്രജ്ഞരുമൊക്കെ ഈ ദിവസം എന്താണ് ആഘോഷിക്കുന്നതെന്ന് നമ്മൾ ആദ്യം അറിയണം. ഉത്തരം വളരെ സിമ്പിളാണ്. ഇന്ന് അന്താരാഷ്ട്ര റേഡിയോളജി ദിനമാണ്. അതായത് നമ്മുടെ ആശുപത്രികളിലൊക്കെ ശരീരത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ സഹായിക്കുന്ന ആ ടെക്നോളജിയില്ലേ, ആ സാങ്കേതിക വിദ്യയെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും നമ്മൾ ഓർക്കുന്ന, ആദരിക്കുന്ന ഒരു ദിവസം. ശരി, റേഡിയോളജി ദിനം, അത് കൊള്ളാം. പക്ഷേ എന്തിനായിരിക്കും ഈ നവംബർ 8 തന്നെ തിരഞ്ഞെടുത്തത്? വേറെ എത്രയോ ദിവസങ്ങളുണ്ട്, അല്ലേ? ഇതിന്റെ കാരണം അറിയണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പുറകോട്ട് സഞ്ചരിക്കണം. ഒരു നൂറ്റാണ്ടിലധികം പുറകോട്ട്, ചരിത്രത്തിലെ ആ നിർണായക നിമിഷത്തിലേക്ക്. നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്കെത്തി. ഇവിടെയാണ് ആ ചരിത്രപരമായ കണ്ടുപിടുത്തത്തിന്റെ കഥ വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ വലിയ ആഘോഷങ്ങൾക്കും പിന്നിൽ രസകരമായൊരു കഥയുണ്ടാകും. റേഡിയോളജി ദിനത്തിന്റെ കഥ തുടങ്ങുന്നത് 1895 ഒരു തണുത്ത രാത്രിയിലാണ്, ഒരു ജർമ്മൻ ലാബോറട്ടറിയിൽ വെച്ച്. അപ്പൊ നോക്കൂ, 1895 നടന്ന ആ ഒരൊറ്റ സംഭവം, അതാണ് ഇന്ന് നമ്മൾ ഈ ദിനം ആഘോഷിക്കാൻ കാരണം. ശരിക്കും പറഞ്ഞാൽ പണ്ട് നടന്ന ഒരു സയന്റിഫിക് കണ്ടുപിടുത്തം ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിന്റെ ഒരു പെർഫെക്റ്റ് ഉദാഹരണമാണിത്. യെസ്, ഇതാണ് ആ ചരിത്ര നിമിഷം. 1895 നവംബർ 8. അന്നാണ് എക്സ്റേ കണ്ടുപിടിക്കുന്നത്. അതും യാദൃശ്ചികമായി നടന്ന ഒരു പരീക്ഷണത്തിനിടയിൽ. അതുവരെ മനുഷ്യന്റെ കണ്ണിന് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കാണാൻ സഹായിക്കുന്ന ഒരു പുതിയ തരം രശ്മി, അതെ, എക്സ്റേ. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം. വൈദ്യശാസ്ത്രത്തിലെ ആ വലിയ വഴിത്തിരിവ്. ഒരു കണ്ടുപിടുത്തം എപ്പോഴാണ് അത് കണ്ടുപിടിച്ച ആളേക്കാൾ വലുതാകുന്നത്? എപ്പോഴാണോ അത് ലോകത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുമ്പോൾ? എക്സ്റേയുടെ കാര്യം അതുപോലെയായിരുന്നു. അതിന്റെ സ്വാധീനം വെറും സയൻസിൽ ഒതുങ്ങി നിന്നില്ല, അത് മനുഷ്യന്റെ ഭാവിയെ തന്നെയാണ് മാറ്റിയെഴുതിയത്. അപ്പോ ആരായിരുന്നു ഈ വിപ്ലവത്തിനു പിന്നിൽ? അത് മറ്റാരുമായിരുന്നില്ല, വിൽഹെം കോൺറാഡ് റോൺജൻ എന്ന ജർമ്മൻ ഫിസിസിസ്റ്റ് ആയിരുന്നു. താൻ എന്താണ് കണ്ടുപിടിച്ചതെന്ന് അദ്ദേഹത്തിന് പോലും ആദ്യമൊരു പിടിയുമുണ്ടായിരുന്നില്ല. പക്ഷേ അതിന്റെ പ്രാധാന്യം അദ്ദേഹം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ ആ ഒരു ആകാംക്ഷ, അതാണ് സത്യത്തിൽ മോഡേൺ മെഡിസിന് പുതിയൊരു ദിശ കാണിച്ചുകൊടുത്തത്. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഒരു വഴിത്തിരിവ്. ഇത് വെറുതെ പറയുന്ന ഒരു വാക്കല്ല, ഒരു തരി പോലും അതിശയോക്തിയില്ലാതെ പറയാം. ഒന്നാലോചിച്ചു നോക്കൂ, എക്സ്റേ വരുന്നതിനു മുൻപ് ഡോക്ടർമാർ എങ്ങനെയായിരുന്നു രോഗം കണ്ടുപിടിച്ചിരുന്നത്? രോഗലക്ഷണങ്ങൾ നോക്കും, രോഗി പറയുന്നത് കേൾക്കും, അത്രമാത്രം. എന്നാൽ എക്സ്റേ വന്നതോടെ ആദ്യമായി അവർക്ക് ശരീരത്തിനുള്ളിലേക്ക് നേരിട്ട് നോക്കാൻ പറ്റി. അതൊരു വിപ്ലവം തന്നെയായിരുന്നു, അല്ലേ? റൗൺജന്റെ ഈ കണ്ടുപിടുത്തത്തിന് മുൻപത്തെ അവസ്ഥയെന്നോ ഓർത്തുനോക്കൂ. കയ്യോ കാലോ ഒടിഞ്ഞാൽ അത് ഏകദേശം ഊഹിച്ചുറപ്പിക്കാനേ പറ്റുമായിരുന്നുള്ളൂ. ശരീരത്തിനകത്ത് വല്ല ട്യൂമറുമുണ്ടോന്നറിയാൻ സർജറി തന്നെ ചെയ്യണമായിരുന്നു. പക്ഷെ എക്സ്റേ വന്നതോടെ കഥയാകെ മാറി. മനുഷ്യ ശരീരത്തിന്റെ പല രഹസ്യങ്ങളും നമ്മുടെ മുന്നിൽ തെളിഞ്ഞുവന്നു. രോഗം കണ്ടെത്തുന്നത് കൂടുതൽ കൃത്യമായി, വേഗത്തിലായി. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടുപിടുത്തത്തെ നമ്മൾ ഇന്നും ഇത്രയധികം പ്രാധാന്യത്തോടെ ഓർക്കുന്നതും ആഘോഷിക്കുന്നതും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നവംബർ 8 എന്നത് വെറുമൊരു തീയതിയല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒരൊറ്റ കണ്ടുപിടുത്തത്തിന് ഒരു മനുഷ്യന്റെ ആകാംക്ഷയ്ക്ക് നമ്മുടെ ലോകത്തെ എത്രത്തോളം മാറ്റിമറിക്കാൻ കഴിയുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. ഇപ്പൊ ചിന്തിച്ചു നോക്കൂ, വൈദ്യശാസ്ത്രത്തിൽ ഇനി എങ്ങനത്തെ മാറ്റങ്ങളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്? എന്തായാലും ഈ വിഷയം കേട്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി.